കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാൾ ഇമാമി ഗ്രൂപ്പ് വഴി ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത് 50 കോടി രൂപയാണ്. ഇത്തവണ ഇമാമി ഗ്രൂപ്പ് അവർക്കൊപ്പം ഉണ്ടായിരിക്കത്തില്ല. എന്നാലും അവർ 60 കോടി രൂപയോളം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് റെഡിയായി വന്നതെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. എത്ര ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടും അവരുടെ മിഗുൽ ഫെരേര എന്ന് പറയുന്ന താരം പുറത്തേക്ക് പോയതോടുകൂടി അവർ ടെൻഷനിലാവും എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ വെറുതെയാണ്. ടെൻഷനൊന്നും ഇല്ല. അവർ പുതിയ താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങളിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യൻ മണ്ണിൽ വളരെ മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡാനിയൽ റാമിറസ് ഫെർണാണ്ടസ് എന്ന ഡാനിയൽ റാമിറസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടും മധ്യനിരയിലെ എല്ലാ റോളുകളും വളരെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന താരമാണ് ഡാനിയൽ റാമിറസ്. അദ്ദേഹം എന്തുകൊണ്ടും പഞ്ചാബ് എഫ് സിയിൽ നിന്നും ഈസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ ഈസ്റ്റ് ബംഗാളിന് അതുകൊണ്ടുണ്ടാകുന്ന ബൂസ്റ്റ് വളരെ വലുതാണ്. ഈ ഡാനിയൽ റാമിറസിൽ മാത്രം അവരുടെ വേട്ട ഒതുങ്ങി നിൽക്കാനൊന്നും പോകുന്നില്ല. കഴിഞ്ഞ സീസണിൽ 22 വർഷങ്ങൾക്ക് ശേഷം അവർ ടോപ്പ് ലെവൽ കിരീടം മോഹൻ ബഗാൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ട്. ചിരവൈരികളുടെ കയ്യിൽ നിന്നും പറിച്ചെടുത്ത കിരീടം അവരെ ഒരു വിജയത്തിൻ്റെ ഉന്മാദത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സോ അവരെ അങ്ങനെ വേഗം പിന്നിലേക്ക് തള്ളിക്കളയാൻ ആർക്കും പറ്റത്തില്ല. ഈസ്റ്റ് ബംഗാൾ പഴയതിനേക്കാൾ കരുത്തരായിട്ട് തന്നെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. അവർ കൂടുതൽ മികച്ച നീക്കങ്ങൾ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.